الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് ഒട്ടനവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയതായി ചരിത്രത്തിൽ ഹദീസിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വിലപ്പെട്ടതായ 3 ഉപദേശങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കൊരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലിംനി, എനിക്ക് അറിയിച്ചു തരണം, എനിക്ക് പറഞ്ഞു തരണം, ചില ഉപദേശങ്ങൾ എനിക്ക് നൽകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അത് ചുരുക്കത്തിൽ പ്രവാചകരെ എന്ന ചില കാര്യങ്ങൾ ഉപദേശിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. ഈ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ സ്വഹാബി ഒന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുപ്രധാനമായ 3 ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പ്രവാചകൻ നമുക്ക് കൈമാറിത്തരുന്ന ഈ സ്വഹാബിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന 3 നിർദ്ദേശങ്ങളുണ്ട്.
ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ ഖുംത ഫി സ്വലാ, നീ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഇദാ ഖുംത ഫി സ്വലാത്തിക, നീ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫസ്വല്ലി സ്വലാത്തൻ മുവദ്ദിഅൻ എന്നാണ്, മുവദ്ദിഇൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നീ വിടവാങ്ങുന്നത് പോലെ നമസ്കരിക്കുക. ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന നിലക്ക് ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി കൽപ്പിച്ച കൽപ്പന. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും മനസ്സു നിറയെ പല പ്രശ്നങ്ങളും വെച്ച് ഇബാദത്തിലേക്ക് വരുന്ന മനുഷ്യന്മാരുണ്ട്. ഭക്തിയില്ലാത്ത നമസ്കാരം, നിസ്കാരത്തിലൊന്നും ഒരു ഖൗഫ്, ഒരു ഭയമില്ല, ഒരു ഖുശൂഅ് നഷ്ടപ്പെട്ട രൂപത്തിൽ ആർക്കോ വേണ്ടി നമസ്കരിക്കുന്നത് പോലെയുള്ള നമസ്കാരമായി നമ്മുടെ നമസ്കാരങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണമെന്നാണ്. അത്തരം നമസ്കാരങ്ങളിൽ നിന്ന് വിമുക്തമായി ഇഖ്ലാസും ഈമാനും നിറഞ്ഞ നമസ്കാരം, ഇബാദത്തുകൾ നമുക്കുണ്ടാവണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒന്നാമത്തെ ഉപദേശം ഏറ്റവും വിലപ്പെട്ടതായി നമ്മൾ കാണണം. ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ നിസ്കാരത്തെ നീ കാണേണ്ടത് ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഒരു വിടവാങ്ങുന്ന നമസ്കാരം പോലെ, വിടവാങ്ങുന്ന പോലെ നീ നമസ്കരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രങ്ങളും ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇബാദത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കാൻ സഹോദരങ്ങളെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. മടിയന്മാരായി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമുക്ക് കാണാം. കപടന്മാരായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകളുടെ നമസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, കപടന്മാരായ ആളുകൾ, അവരുടെ പ്രത്യേകത നിശ്ചയമായും കപടവിശ്വാസികൾ അല്ലാഹുവിനോട് വഞ്ചന പ്രവർത്തിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. വഹുവ ഖാദിഉഹും, അല്ലാഹു ആകട്ടെ അവരെ വഞ്ചിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ശരിക്ക് വഞ്ചനയിൽ പെടുന്നത് അവരാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഇദാ ഖാമൂ ഇലസ്വലാത്തി ഖാമൂ കുസാലാ വഇദാ ഖാമൂ ഇലസ്വലാ, നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഖാമൂ കുസാല, അവർ അശ്രദ്ധയിലായിക്കൊണ്ട് നമസ്കരിക്കുന്ന ആളുകളാണ്. ഇത് ഒരു മുനാഫിക്കിന്റെ സ്വഭാവമാണ്. നമസ്കാരത്തിന് നിന്നാൽ ഒരു ഗഫ്ലത്തിലായി മടിയന്മാരായി നിസ്കരിക്കുക, മടിയന്മാരായിട്ട് നിസ്കരിക്കുക, ആർക്കോ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് പോലെ, ഒരു ഭക്തിയില്ലാതെ ഈമാനില്ലാതെ മടിയന്മാരായി നമസ്കരിക്കുന്ന ആളുകളായി മാറുന്നു. ഇത് കപടന്മാരുടെ ഒരു സ്വഭാവമാണ്. സഹോദരങ്ങളെ, ഈ ഗണത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയിലാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ എന്റെ ളുഹ്ർ നമസ്കാരം ഞാൻ അസറിലേക്ക് ഉണ്ടായിരിക്കുകയില്ല എന്ന ചിന്തയിൽ മനുഷ്യനാണ് ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കണ്ടുമുട്ടിയേക്കാം. നമ്മൾ ആ മരണത്തെ കാണുന്ന ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഈ ഒരു വക്ത് എനിക്കുണ്ടാവുകയില്ല എന്ന ചിന്തയിലാവണം നമസ്കരിക്കുന്നത്. എങ്കിൽ നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഭക്തി നേടാനുണ്ടാകും, നിനക്ക് ഈമാനുള്ള മനസ്സോടുകൂടി നമസ്കരിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു, ഇസ്ലാമികമായി ഇബാദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സും ശരീരവും പങ്കെടുത്തുകൊണ്ടുള്ള നമസ്കാരമാകണം നമ്മുടെ നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഖൽബ് പങ്കെടുപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു വാചകം നമുക്ക് കാണാം, റക്അത്താനി, 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കുന്നു, മുഖ്തസിദത്താൻ, ആ നമസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നത് അതേ ഖൽബ് പങ്കെടുപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞ് ഓതുന്ന ആയത്തുകളുടെ അർത്ഥമറിഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ
മഹാനായ പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ആ നിസ്കാരം നീ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം നിനക്ക് ആ 2 റക്അത്തിന് കിട്ടുന്ന അത്ര മഹത്വം നിനക്ക് ലഭിക്കും. അങ്ങനെ നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമറിഞ്ഞ് കൽബ് പങ്കെടുപ്പിച്ച് നമസ്കരിക്കുന്ന നമസ്കാരമായി മാറണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇതിന്റെ അവസാനത്തെ നിസ്കാരാണ് എന്ന ചിന്തയിലാവണം എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഭക്തി ലഭിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്തി ലഭിക്കണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഉ. നീ പ്രാർത്ഥിക്കണം, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. റബ്ബിനെ പേടിക്കാത്ത ഈമാനില്ലാത്ത ഖൽബിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമൻ നഫ്സിൻ, അതേ പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ലാ തശ്ബഉ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്, അപ്പൊ ഭക്തിയുള്ള ഹൃദയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ഈമാനുള്ള ഖൽബിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വലിയൊരു പാഠാണ്. ഖൽബിൽ നിറയെ ഈമാൻ നിലനിന്നുകൊണ്ട് ഭക്തിയില്ലാത്ത കൽബ്, ആ കൽബിൽ നിന്ന് അള്ളാഹിനോട് കാവലിനെ ചോദിക്കുക. ഈമാനില്ലാത്ത കൽബ്, അങ്ങനെയുള്ള കൽബ് സഹോദരങ്ങളെ പിഴച്ചു പോകുന്ന കൽബാണ്, ഏത് സമയത്തും തെറ്റിപ്പോകുന്ന കൽബാണ്. അതുകൊണ്ട് ഈമാനിനെ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണമെന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത് നൽകിയ ഉപദേശം, സഹോദരങ്ങളെ 3 ഉപദേശത്തിൽ ഒന്നാമത്തെ ഉപദേശം എന്താ? നീ നിസ്കരിക്കാൻ നിന്നാൽ ഇത് വിടവാങ്ങുന്ന നമസ്കാരമായി നിന്ന് നിസ്കരിക്കുക. അതിന് നിനക്ക് ഈമാനുള്ള ഖൽബ് ഉണ്ടാവണം. അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ ഉപദേശം ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തകല്ലം ബികലിം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലാ തകല്ലം, നീ സംസാരിക്കുന്ന സന്ദർഭത്തിൽ, സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പിന്നെ കലാമിൻ, നിന്റെ വാക്കുകളെ, നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? തഅ്തദിറു മിൻഹു, അത് മാപ്പ് ചോദിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ നിന്റെ അടുത്ത് വരാൻ പാടില്ല. പിന്നീട് സംസാരിച്ചു കഴിഞ്ഞിട്ട് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ പാടില്ലാത്ത രൂപത്തിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്കില്ലാത്ത രൂപത്തിൽ സംസാരത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനം, സംസാരിക്കുമ്പോൾ ക്ഷമ ചോദിക്കുന്ന, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്ന രൂപത്തിൽ നീ എന്ത് ചെയ്യരുത്? ആരോട് നീ സംസാരിക്കരുതെന്ന്. സംസാരത്തെ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏറ്റവും നല്ല രൂപത്തിൽ സംസാരത്തെ സൂക്ഷിക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് സഹോദരങ്ങളെ അതാണ്. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായത്തിന്റെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തുടക്കത്തിൽ ഓതിയ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. വഖൂലു ഖൗലൻ സദീദാ, വഖൂലു ഖൗലൻ സദീദാ, നിന്റെ സംസാരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം, ചൊവ്വായ വാക്ക് പറയണമെന്നാണ്. ചൊവ്വായ വാക്ക്, നല്ല വാക്ക് ആവണം നിങ്ങൾ പറയേണ്ടത് എന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. നല്ല വാക്ക് പറയാം, നല്ലത് മാത്രം സംസാരിക്കാം. സംസാരിക്കാനില്ലേ ഔലിയസ്മുത്ത്, മിണ്ടാതിരിക്കുക. പറയുന്നുവെങ്കിൽ നല്ലത് പറയണമെന്നാണ്. നല്ല വാക്ക് പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത്. വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞതാ. എന്നിട്ട് റബ്ബ് പറഞ്ഞത്, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഖുർആനിന്റെ വാക്കെന്താ നോക്കിയത്?
നല്ലത് പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ട് അള്ളാഹ് പറഞ്ഞ വാക്ക്, അങ്ങനെ നിങ്ങൾ നല്ലത് പറഞ്ഞും നന്മയിൽ നിറഞ്ഞ ജീവിതവുമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു നന്നാക്കി തരും. നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ ജീവിതത്തെ റബ്ബ് ശുദ്ധീകരിച്ചു തരും, അമലുകളെ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ച്, പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റി നന്മ പറഞ്ഞ് നല്ല വാക്ക് പറയുന്ന ആളുകളായി മാറുക. കുത്തുവാക്ക് പറയുന്ന മനുഷ്യന്മാരുണ്ട്. മറ്റുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും സഹോദരങ്ങളെ പിന്നീട് ഒരാളോട് പൊരുത്തപ്പെടിക്കുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. കോപം വന്നാൽ എന്തും വിളിച്ചു പറയാൻ മടിക്കാത്ത മനസ്സുണ്ട് പലപ്പോഴും. അതിന് കോപത്തെ നിയന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു സഹാബി വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ ലാ തഗ്ലബ്, നീ കോപിക്കരുത്. പിന്നെ ചോദിച്ചു ലാ തഗ്ലബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു ലാ തഗ്ലബ്, നീ കോപിക്കരുത്. കോപത്തെ നിയന്ത്രിക്കാൻ പറഞ്ഞെന്തിനാ? കോപം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എന്തും വിളിച്ചു പറയാനും എന്തും ചെയ്യാനും നമ്മൾ മടിക്കാത്തൊരവസ്ഥയ്ക്ക് എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ഗൗരവമുള്ള മേഖല. ഇനി നോക്കി നിങ്ങൾ, ചില ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വാക്ക്, ദ്വിമുഖന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. രണ്ട് മുഖം വെച്ച് പുലർത്തുന്ന ആളുകൾ. ഒരാളടുത്ത് ചെല്ലുമ്പോൾ ഒരു സ്വഭാവം, ഇപ്പുറത്ത് ചെല്ലുമ്പോൾ വേറൊരു സ്വഭാവം, അല്ലേ? ഇവിടെ നിന്നൊരു കാര്യം പറയാം, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് വേറൊരു കാര്യം പറയാം. ഇങ്ങനെ ചാരപ്പണിയെടുത്ത് രണ്ട് ഭാഗമായി രണ്ട് ഭാഗത്തും പോയി സംസാരിച്ചിട്ട് ഛിദ്രതകൾ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യന്മാർ, പല കുടുംബങ്ങളും തകരാൻ കാരണമാകുന്ന, പല ബന്ധങ്ങളും അകലാൻ കാരണമാകുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാക്കുകൾ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ ശർരിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ച മനുഷ്യന്മാരാരാണ്? ദൽ വജ്ഹൈൻ, ഇരുമുഖ നയമുള്ള ആളുകളാണ്. ഇരുമുഖ നയമുള്ള ആളുകളാണ്. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരുടെ അടുത്തെത്തുമ്പോൾ അവൻ്റെതായ രൂപത്തിൽ സംസാരിക്കാം, അപ്പുറത്തെത്തുമ്പോഴോ ഓന്റെ രൂപത്തിൽ സംസാരിക്കാം. ഇങ്ങനെയുള്ള ദ്വിമുഖന്മാരുണ്ട്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ ഭൂമി ലോകത്തെ നികൃഷ്ടന്മാരാണ്, ഏറ്റവും വലിയ കുഴപ്പക്കാരവരാണ്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കിയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വാക്കുകളും കൂടിയാണ് ഇവയെല്ലാം എന്ന് തിരിച്ചറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്ന വാചകങ്ങൾ കാണാം. ഒരടിമ ഖിയാമത്ത് നാളിൽ പർവ്വത സമാനമായ കർമ്മങ്ങളുമായി വരും. ആ പർവ്വത സമാനമായ കർമ്മങ്ങളുമായി അയാൾ വന്നപ്പോൾ അവന്റെ നാവ് മുഴുവനും പൊളിച്ച് കളഞ്ഞതായി അവൻ കണ്ടെത്തുകയും ചെയ്യുന്നൊരു ദിവസം വരും. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാളിൽ വരുമ്പോ നിസ്കാരം അവന്റെ കയ്യിലുണ്ട്, നോമ്പ് അവന്റെ കയ്യിലുണ്ട്, സുഹൃതങ്ങൾ അവന്റെ കയ്യിലുണ്ട്, ഇബാദത്തുകൾ അവന്റെ കയ്യിലുണ്ട് എന്ന മട്ടിലാണ് ചില മനുഷ്യന്മാർ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്ന സമയത്തോ അവന്റെ മുഖം വലിച്ചു കീറിയതായി, അണ്ണാക്കിലേക്ക് ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിച്ചു കീറുന്ന ആ മുഖമുമായി വരുന്ന മനുഷ്യന്മാരുണ്ട്. ഈബത്തും നമീമത്തും പറഞ്ഞ് നാവിനെ സൂക്ഷിക്കാതെ എല്ലാ തോന്നിവാസങ്ങളും സംസാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളെ വിവരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അവരുടെ അമലുകൾ ബാത്തിലായ രൂപത്തിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവർ വരേണ്ടി വരുമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായി സൂക്ഷിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്ന് ചോദിക്കുന്നു. മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട്,
അയ്യുൽ മുസ്ലിമീന അഫ്ളൽ, റസൂലേ ഏറ്റവും നല്ല മുസ്ലിമാരാണ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ! മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടലാണ് എങ്ങനെ? അവന്റെ നാവിൽ നിന്നും അവന്റെ കരത്തിൽ നിന്നും. എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ കൈ കൊണ്ട് എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ഒരാളെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, എന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല, ഞാൻ യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിമായിട്ടില്ല. എന്റെ നാവിൽ നിന്നും എന്റെ പ്രവർത്തനത്തിൽ നിന്നും ഒരാൾ സുരക്ഷിതനാകുന്നുവെങ്കിൽ അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിമായി മാറുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഉപദേശം അതാണ്. അതുകൊണ്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാക്ക് 3 ഉപദേശങ്ങളിലെ മർമ്മപ്രധാനമായ 2 ഓർമ്മപ്പെടുത്തി. നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ നിസ്കരിക്കാൻ നിന്നാൽ നീ വിടവാങ്ങുന്നത് പോലെ നിന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് ചിന്തയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിന്റെ ഭക്തി നീ നന്നാക്കുക എന്ന്. രണ്ടാമത്തെ വിഷയം, ആളുകളുമായി സംസാരിക്കുമ്പോൾ, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ പിന്നീട് ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിലുള്ള സംസാരങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൂന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വഅജ്മിഇൽ യഅസ അമ്മാ ഫീ ഐദിയൻ നാസ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്ക്, ജനങ്ങളുടെ കയ്യിൽ ഉള്ളത് ആഗ്രഹിക്കാതിരിക്കുന്നൊരു മനസ്സ് നിനക്ക് വേണം. പല സന്ദർഭങ്ങളും പല മനുഷ്യന്മാരുടെയും ജീവിതത്തിൻ്റെ ഒരു രൂപമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ വിശദീകരിച്ച്. ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് നീ ജീവിക്കരുതെന്നാണ്. ജനങ്ങൾ തരും, അവരിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിൽ അധ്വാനിക്കാതെ ജീവിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്. യാചനയുടെ സ്വരം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി വിശദീകരിക്കുന്നു. നിങ്ങളിൽ ഒരാൾ യാചന കാരണമായി അല്ലെങ്കിൽ യാചന കാരണമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ടായാൽ അവൻ മുഖത്ത് മാംസങ്ങളില്ലാത്തവനായി റബ്ബിന്റെ കോടതിയിൽ വരുന്നതാണ്. മുഖത്ത് മാംസങ്ങളില്ലാതെ വരാം. ഒരു കുഴപ്പമില്ല, ശാരീരികമായി യാതൊരു പ്രയാസമില്ലെങ്കിലും ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ യാചിച്ച് ജീവിക്കാം. ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറഞ്ഞതല്ല ഈ വിഷയമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലേ? അതിങ്ങനെ വാങ്ങി, ഇവിടുന്ന് വാങ്ങി, അവിടുന്ന് വാങ്ങി, അങ്ങനെ ഒരു ഒപ്പിച്ചിട്ടുള്ള ജീവിതം. ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കൂല, ഒരു ജോലിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഗൗരവമേറിയ വിഷയമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ ഉപദേശം ജനങ്ങളുടെ കയ്യിൽ ഉള്ളത് ആഗ്രഹിക്കാതിരിക്കലാണ് എന്ന് മൂന്നാമതായി റസൂലുള്ളാഹി നൽകിയ ഉപദേശങ്ങളിലെ ഗൗരവമുള്ള ഉപദേശമാണ്. നോക്കൂ നിങ്ങൾ, ഒരു സഹാബി റസൂലുള്ളാഹിനോട് വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ജനങ്ങളും അല്ലാഹുവും എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു കാര്യം റസൂലേ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണം. അല്ലാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളൊരു കാര്യം
നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്. നീ ദുനിയാവിന്റെ ആഡംബരങ്ങളെ അല്ലെങ്കിൽ ആ ദുനിയാവിനോടുള്ള ഹുബ്ബ് ഒഴിവാക്കിയാൽ, ആ ദുനിയാവിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് പരമാവധി നീ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നു, വസ്ഹദ് ഫീമാ ഫീ ഐദിയൻ നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരുന്നാൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരുന്നാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിലെ വാക്കുകൾ എത്ര മഹത്വമുള്ള വാക്കുകളാണെന്ന് നോക്കിയ നിങ്ങൾ. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. മഹാനായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിറക് ചുമന്ന് അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവിലേക്ക് പോയി തന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് വിറക് വെട്ടി ഒരു വിറക് കെട്ടുണ്ടാക്കിയത് ചുമലിൽ ചുമന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് ആ വിറക് വിറ്റതിന്റെ പേരിൽ നിനക്ക് കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് കിട്ടി നീ ഭക്ഷിക്കുന്നതിനേക്കാൾ ഖൈറുള്ള ഭക്ഷണം വേറെ ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനേക്കാൾ ഖൈറുള്ള ഭക്ഷണം വേറല്ല. അങ്ങനെ അധ്വാനിക്കേണ്ടി വന്നാലും ശരി, യാചിക്കരുതെന്ന്, ചോദിച്ച് നടക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്ക്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച ഫലത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ദാവൂദ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ഖൈറായ ഭക്ഷണമില്ല അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ നല്ലൊരു ഭക്ഷണം ഭൂമി ലോകത്തൊരു വ്യക്തിയും കഴിക്കുന്നില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ജോലി ഉണ്ടാവണം, അധ്വാനം ഉണ്ടാവണം, അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമായിരിക്കണം ഞാനും എൻ്റെ മക്കളും കഴിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ രൂപത്തിലാവണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലുണ്ട് എന്ന പ്രതീക്ഷയിൽ നീ ജീവിക്കരുത് എന്നാണ്. ജനങ്ങളുടെ കൈകളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കരുത് എന്നാണ്. എപ്പോഴും മറ്റുള്ളവൻ തരുമോ, അവരിൽ നിന്ന് കിട്ടുമോ എന്ന പ്രതീക്ഷ കണ്ടിങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലമാണെങ്കിൽ ഒരു ഖൈറും അതിലില്ല. മാത്രമല്ല, റബ്ബിന്റെ അടുക്കൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവുക. അതുകൊണ്ട് 3 ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. ഒന്ന്, നിന്റെ ഇബാദത്ത് നീ നിർവഹിക്കുമ്പോ, നിസ്കാരം നീ നിർവഹിക്കുന്ന സമയത്ത് ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയിൽ നിർവഹിക്കുക. രണ്ടാമത്തെ ഉപദേശം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ സംസാരിക്കുമ്പോൾ നാളെ ക്ഷമ ചോദിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന രൂപത്തിലുള്ള വാക്കുകൾ നീ പ്രയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഗുണമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ നെഞ്ചിലേറ്റി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.